നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇന്ന് നമ്മളായിരിക്കുന്നത് ഷാലോമിലെ ഓർഫനേജിലാണ്. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഇവിടെ ഈ ദേശത്ത് വന്നപ്പോൾ, നമ്മുടെ വീട് 2 ഗലിക്കപ്പുറമാണ്. അവിടെ വന്നപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്ന്. ഞാനിവിടെ വന്നു. അന്ന് മുതലുള്ള സ്നേഹം. ഹല്ലേലൂയ. ഇത് ഷാലോം ഓർഫനേജാണ്. പ്ലീസ് ഞാൻ നിങ്ങളെ ചില കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സ്തോത്രം. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണിത്. ഹല്ലേലൂയ. ഇവിടെ റെയിൽവേ ട്രാക്കാണ് അപ്പുറത്ത്. ഓക്കെ, പ്ലീസ് നമുക്ക് പാസ്റ്റർ അങ്കിളിൻ്റെ അടുത്തും പാസ്റ്റർ ആൻറ്റിയുടെ അടുത്തും പോകാം. ഹല്ലേലൂയ. പ്ലീസ് ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പ്ലീസ് ലോർഡ്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവർ മേലിലാണ്. നമുക്കത് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് പോകാം. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടുപേരും വെയിറ്റ് ചെയ്യായിരുന്നു. ഹല്ലേലൂയ. കണ്ട നാൾ മുതലേ ഭയങ്കര സ്നേഹത്തിൽ ഇവരോടൊക്കെ കൂടിച്ചേരുവാൻ കർത്താവ് തന്ന സമയത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഓൾവേസ് ലേഡീസ് ഫസ്റ്റാണ് ഞങ്ങൾ ലേഡീസ് എംപവർ ഗ്രൂപ്പാണ്. ഹല്ലേലൂയ. ജയ സിസ്റ്ററാണ് ഇന്ന് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു അഭിഷിക്തനും ഒരു അഭിഷിക്തയാണ് അവർ. എനിക്ക് കൂടുതലൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, അവർ വളരെ ഡെഡിക്കേറ്റഡ് ആണ്. സ്തോത്രം. അപ്പോൾ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി സഹോദരിമാർ ഈ ആൻറ്റിയുടെ ടെസ്റ്റ് മണി വളരെ വിലയേറിയതായിരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം നമ്മുടെ ഭർത്താവ് എന്ന് വിചാരിച്ചുകൊണ്ട് അനേകർ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 24 hours അവർ ഡെഡിക്കേറ്റഡ് ആണ്. സ്തോത്രം. പ്രായമൊന്നും അവർ നോക്കുന്നില്ല. അപ്പോൾ എന്ന് തുടങ്ങി, ഇതെങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം, ഇതൊക്കെ വളരെ ഇൻസ്പിറേഷൻ ആയിരിക്കും നമുക്ക്. അപ്പോൾ ജയന്തി, സ്തോത്രം. വി വെൽക്കം യു ടു ജീസസ് ഈസ് ഗോഡ് TV ചാനൽ. ഹല്ലേലൂയ. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രീമ സിസ്റ്റർ, ആലീസ് ആൻറ്റി, മോളി സിസ്റ്റർ, ജയശ്രീ സിസ്റ്റർ, നിങ്ങളുടെ പ്രാർത്ഥന കൂടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഞാനിനി നോക്കുന്നില്ല, ഞാനിനി ഇവരെ നോക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ സിസ്റ്ററെ, പറഞ്ഞാട്ടെ. സിസ്റ്ററിൻ്റെ പേര്, എവിടെയാണ്, നാട്ടിൽ എല്ലാം പറഞ്ഞോളൂ. സ്തോത്രം. എൻ്റെ പേര് ജയമോൾ. എൻ്റെ വീട് കോട്ടയം. ഹസ്ബൻഡിൻ്റെ വീട് തിരുവല്ല. ഞങ്ങൾ 1982 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഹസ്ബൻഡ് സൗദി അറേബ്യക്ക് ജോലിക്കായിട്ട് പോയി. പിന്നെ ഞാനും കുഞ്ഞുങ്ങളും തന്നെ ഇവിടെ ബാംഗ്ലൂരിലായിരുന്നു 10 വർഷത്തിന് ശേഷം. അപ്പോൾ അതും ഒരു സാക്ഷ്യം തന്നെയാണ്. 10 വർഷത്തിന് ശേഷം ആണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഫാമിലി ലൈഫിലേക്ക് ഒരുമിച്ച് ഇവിടെ ആയിരിക്കാൻ ഇടയായത്. അതിനും ഇവിടെ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ വിളിക്കുമ്പോഴെല്ലാം ഹസ്ബൻഡ് പറയും, അതൊന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല, ഫാമിലി ആയ വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ കഥയുടെ ചകത്ത് കയറി പ്രാർത്ഥിക്കും, കർത്താവെ, സാധ്യങ്ങളെ സാധ്യകരമാക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. അബ്രഹാമിനോട് പറഞ്ഞതുപോലെ, അബ്രഹാം പറഞ്ഞതുപോലെ ആശയ്ക്ക് വിപരീതമായിട്ട് ആശയോടെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ എൻ്റെ റൂമിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കണ്ണന്തിനോടെ പ്രാർത്ഥിച്ചു, കർത്താവ് ഈ ലൈഫ് വേണ്ട, കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് താമസിക്കാൻ നീ ഒരു അവസരം ഒരുക്കണമെന്ന്. എന്ത് പറയണ്ടു, അത്ഭുതകരമായിട്ട് ദൈവം പ്രവർത്തിച്ചു. ഇല്ല, നോ എന്ന് പറഞ്ഞ ആള് തന്നെ തിരിച്ചു വിളിച്ച് പറഞ്ഞു. യാദൃച്ഛികമായിട്ടൊരു ആളെ ഇങ്ങനെ ലെഫ്റ്റിൽ വെച്ച് കണ്ടു. അന്നേരം ആ ഓണർ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കമ്പനി വന്ന് ജോലി ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞത്